ഹലോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മൈ വർക്ക്. സോ അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്കിൻ കെയറിനാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ബട്ട് ഞാനിവിടെ വിറ്റാമിൻ സി ആണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട് ഫേസിൽ. അപ്പോൾ എനിക്ക് വിറ്റാമിൻ സി ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറിന് പകരം വിറ്റാമിൻ സി നല്ലപോലെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഗൈസ്. ഇപ്പോൾ നിങ്ങളും ഇതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യാൻ തുടങ്ങുക. അടിപൊളിയായിട്ട് നിങ്ങളുടെ മാജിക്കായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ മോയ്സ്ചറൈസർ ചെയ്ത് കഴിഞ്ഞു. അല്ലാതെ തന്നെ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഈ ഒരു വിറ്റാമിൻ സി ക്രീം യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഹെയർ ചെയ്യാണ്. അപ്പം ഞാനിത് ഡെയിലി ചെയ്യുന്നതാണ്. ഈ നമ്മുടെ റോസ്മേരി വാട്ടർ ഉണ്ടല്ലോ, കുറേ മുന്നേ ട്രെൻഡായ സാധനം. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പോലെ വർക്ക് ചെയ്തു. ഹെയർ റീഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ ഞാനതാണ് എൻ്റെ മോർണിംഗ് റൂട്ടീനായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ വെക്കാം, മുടി കെട്ടുന്നതിന് മുന്നേ. നെക്സ്റ്റ് സൺക്രീം. ഇത് മസ്റ്റ് ആണ്. നിങ്ങൾ മേക്കപ്പ് ചെയ്യോ അല്ല എങ്കിൽ കൂടി സൺക്രീം ഇസ് എ മസ്റ്റ്. നിങ്ങൾ പുറത്ത് പോകുമ്പോഴായാലും അകത്തിരിക്കുമ്പോഴായാലും ഐ വുഡ് റെക്കമെൻഡ് യൂസ് സൺസ്ക്രീൻ. സൺക്രീം ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല. ഞാനൊരു ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് മേക്ക് ഷുവർ നിങ്ങൾ 50+ SPF ഉള്ളതായിരിക്കണം യൂസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ യൂസ് കിട്ടുള്ളൂ. സ്കിൻ കെയർ ഈസ് ഡൺ. നൗ ലെറ്റ്സ് ചേഞ്ച് മൈ ഡ്രസ്. അപ്പോൾ എൻ്റെ യൂണിഫോമിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ യൂണിഫോം. ഇത് ഏത് കമ്പനിയുടെ യൂണിഫോമാണെന്ന് അറിയാത്തവർക്ക്, ഞാൻ ഇൻഡിഗോ എയർലൈൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ യൂണിഫോം. നിങ്ങൾക്ക് ഫുൾ യൂണിഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, നൗ ലെറ്റ്സ് ബാക്ക് ടു മേക്കപ്പ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് പ്രൈമറാണ്. പ്രൈമർ ഇട്ടാൽ മാത്രമേ ബാക്കി എല്ലാ മേക്കപ്പും അതിൻ്റെ മേലെ സെറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളൊരു സ്മോൾ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നല്ലപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പ്രൈമർ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ഏത് ഫൗണ്ടേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ തന്നെ ഒരു 2-3 ഫൗണ്ടേഷനൊക്കെ മാറി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഏത് ബ്രാൻഡാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഞാനിത് ഡെയിലി യൂസിന് വേണ്ടി ബഡ്ജറ്റിൽ ഒതുങ്ങി ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് ഇതിന്റെ ഫിനിഷിംഗ് ഗൈസ്. അപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിനുവേണ്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ ബ്രഷോ യൂസ് ചെയ്യാം. ഞാൻ ബ്രഷ് യൂസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ബ്ലഷ്. ഞാനൊരു ബ്ലഷ് ഫാനാണ്. ബ്ലഷ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബ്ലഷ് നല്ലപോലെ ഇടുന്നുണ്ട് ഞാൻ. എന്നാലേ അതിൻ്റെ ഒരു നാച്ചുറൽ ലുക്കൊക്കെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പാക്ട് യൂസ് ചെയ്തിട്ട് ബ്ലഷ് യൂസ് ചെയ്യാൻ. ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ കോമ്പാക്റ്റഡ് ആണ്. അപ്പം ഞാൻ ബ്രഷ് കൊണ്ടാണ് കോമ്പാക്റ്റ് ഇടുന്നത്. നല്ല പോലെ ഒരു കേക്കി ഫീൽ ഒന്നും ഇല്ലാതെ ഇടാൻ ശ്രമിക്കുക. അപ്പം ഞാൻ എല്ലായിടത്തും ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ലൊരു നാച്ചുറൽ ലുക്ക് പോലെ ഇരിക്കുന്നുണ്ടല്ലോ. ഒരു കേക്കി ഫീൽ ഒന്നും ഇല്ലാതെ നല്ല ബ്ലഷും ഈ ഒരു കോമ്പാക്റ്റും ഫൗണ്ടേഷൻ എല്ലാം കൂടെ കമ്പൈൻ ആയി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഐബ്രോ. ഇതെൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഞാനിത് മേക്കപ്പ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഞാൻ വിടാതെ ഫോളോ ചെയ്യും. ബിക്കോസ് എനിക്ക് ഐബ്രോ ഷേപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ അത് നല്ലപോലെ ബ്രഷ് ചെയ്തിട്ട് വേണം ഈ ഒരു ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കാൻ. അകത്ത് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും പുറത്ത് ബ്ലാക്ക് ഷെയ്ഡായിട്ട് ഉപയോഗിക്കുക. എന്നാലേ നാച്ചുറൽ ലുക്ക് കിട്ടുള്ളൂ. ബട്ട് ശ്രദ്ധിക്കുക, കൂടുതൽ ഉപയോഗിച്ച് നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ കാണാൻ നല്ല ഭീകരമായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. സോ വി ആർ ഡൺ വിത്ത് ദ ഐബ്രോ. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐ ഷാഡോ. എൻ്റെ കമ്പനി സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള ഷെയ്ഡ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും യൂണിഫോമിൻ്റെ കൂടെ. അപ്പം ഞാൻ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. നല്ലപോലെ ഇതും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 കണ്ണിലും നല്ലപോലെ ഐ ഷാഡോ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലുക്ക് ഉണ്ടല്ലോ കാണാൻ. എനിക്കിത് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു ഷെയ്ഡ്. ഓക്കെ, സോ ഐ ഷാഡോ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കാജൽ. ഐലൈനർ അലൗഡ് അല്ല. കാജൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് സ്മഡ്ജ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ലുക്ക് ഫിനിഷ് ആവും. ഞാനിവിടെ സ്റ്റുഡിയോയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. നല്ലപോലെ സ്മഡ്ജ് ആവും. അപ്പം നമ്മൾ ആദ്യം കുറച്ച് ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു ബ്രഷ് എടുത്തിട്ട് അത് നല്ലപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതിലാണ് കാര്യം. അപ്പോഴേ നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നൗ നമ്മൾ ഐ മേക്കപ്പും കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഒരു ഫേസിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഇതാ ഈ ഒരു മസ്കാര ഉണ്ട്, അത് ഞാൻ വിട്ടുപോയി. മസ്കാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. അതും കൂടെ കഴിഞ്ഞു. അപ്പം നമ്മുടെ ഫേസ് ഇസ് ഡൺ. അപ്പം നമുക്കിനി ഫേസിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത പോലെ തോന്നുന്നില്ലല്ലോ. അതാണ് ഈ ഒരു മേക്കപ്പിൻ്റെ പ്രത്യേകത. ഇനി നമ്മുടെ ഹെയർ ചെയ്യാം. അതാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ടാസ്ക്. കുഴപ്പമില്ല, എന്നാൽ ഞാൻ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നല്ലപോലെ കോംബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാർട്ടീഷൻ എടുക്കുക. ഞാൻ നേരെ ഒരു മിഡിൽ പാർട്ടീഷനാണ് എടുക്കാറ്. ഞാനത് ആൾട്ടർനേറ്റ് ഡേയ്സിൽ മാറ്റും. ചിലപ്പോൾ സൈഡ് പാർട്ടീഷൻ എടുക്കും. അപ്പോൾ ഇന്ന് എനിക്ക് മിഡിൽ പാർട്ടീഷൻ എടുക്കാനാണ് തോന്നുന്നത്. ബിക്കോസ് മിഡിൽ പാർട്ടീഷൻ എടുത്താലാണ് നമ്മുടെ ഈ ഒരു കമ്പനി സ്റ്റാൻഡേർഡ് ലുക്ക് ഒരു ഫിനിഷ് കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ഹെയർ പോണിറ്റെയിൽ കെട്ടി വെക്കുകയാണ് ഫസ്റ്റ്. ഈ പോണിറ്റെയിൽ ആവാൻ പാടില്ല, ഒരു മീഡിയം ആണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പോണിറ്റെയിൽ കെട്ടി. നെക്സ്റ്റ് ബണ്ണാണ്. ബണ്ണ് വെച്ചിട്ട് ഞാനൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാണ്. പണ്ടൊക്കെ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ അമ്മയാണ് മുടി കെട്ടി തരാറുണ്ടായിരുന്നത്. അപ്പോഴൊന്നും എൻ്റെ മുടി കെട്ടിയ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. ഇപ്പോഴാണെങ്കിൽ ആ സാറ്റിസ്ഫാക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒറ്റയ്ക്കാണല്ലോ. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ മുടിയും എല്ലാം കെട്ടിയേ പറ്റും. ഇനി ഞാനിതൊരു നെറ്റ് കൊണ്ട് ഒരു മുടി പോലും പുറത്ത് വരാത്ത രീതിയിൽ അങ്ങ് പിടിച്ച് കെട്ടി വെക്കുകയാണ്. അല്ലെങ്കിൽ ഇത് നെറ്റിൻ്റെ അകത്തോട്ടും പുറത്തോട്ടും കൂടെ പുറത്തേക്ക് ഇങ്ങ് വരും. ഇനി നമുക്ക് മുടി കുറച്ചുകൂടെ മെനയാക്കാം. അതിന് വേണ്ടി ഈ ഒരു ബ്രൈഡഡ് ബാൻഡും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും കമ്പനി റെക്കമെൻഡ് ആണ്. അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നത്
ഞാൻ കാണാറുണ്ട്. ഇത് നമ്മുടെ കമ്പനി സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹെയറിന്റെ ലുക്ക് അങ്ങ് ഫുള്ളായി. ഇതാണ് ഹെയർ ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക്. ഇനി മുടിക്ക് കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ആക്സസറൈസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കമ്മലിടാം. ഞാനിപ്പോൾ സ്റ്റൈൽ ചെയ്യുന്നത് പേർലി റിങ്സ് വെച്ചിട്ടാണ്. നമ്മുടെ ഏവിയേഷനിൽ എല്ലാവരും പേർലി റിങ്സ് ആണ് കൂടുതലും ഉപയോഗിക്കാറ്. എന്തോ എവിടെ ഒരു കുറവുള്ള പോലെ തോന്നി, ഒരു ബ്രൈറ്റ്നസിന്റെ കുറവില്ലേ? യെസ്, അതാണ് നമ്മുടെ ലിപ്സ്റ്റിക്. അപ്പൊ ലിപ്സ്റ്റിക്കിന് മുന്നേ ലിപ് ബാം ഉപയോഗിക്കണം, അതും SPF ഉള്ളതാണെങ്കിൽ നല്ലത്. അപ്പൊ ഞാനിവിടെ റെഡ് ലിപ്സ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത്. ഇതും കമ്പനി റെക്കമെൻഡ് ആണ്. ബ്രാൻഡ് ഒന്നും ചോദിച്ച് ആരും വരില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ഓർമ്മയില്ല ഇത് ഏത് ബ്രാൻഡാണെന്ന്. എന്തായാലും നമുക്ക് ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മേക്കപ്പ് എന്ന കലാപരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമുക്ക് വാച്ച് എന്നൊരു ചടങ്ങുണ്ട്, അതും ഇട്ടു. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് യൂണിഫോമിന്റെ കൂടെ ഇടാനുള്ള കുറച്ച് ബാഡ്ജസ് ഉണ്ട്. ഒന്ന് എന്റെ നെയിം ബാഡ്ജ് ആണ്, രണ്ടാമത്തത് ഗേൾ പവർ ബാഡ്ജ് ആണ്. കാരണം എന്റെ കമ്പനി ഭയങ്കര വുമൺ എംപവേർഡ് കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗേൾ പവർ എന്നൊരു ബാഡ്ജ് അണിയാറുണ്ട്. അതും നെയിം ബാഡ്ജും കൂടെ ആയപ്പോഴത്തേക്ക് അടുത്ത കലാപരിപാടി ബെൽറ്റ് ഇടൽ ചടങ്ങാണ്. അപ്പം അതും കൂടി ഇട്ടു. പിന്നെ നമ്മുടെ മെയിൻ സാധനം ഇതാണ്. എൻ്റെ ടാഗ് വന്നിട്ടുള്ളത്, ID കൂടി ഉണ്ട്, എൻ്റെ കമ്പനി ID. അങ്ങനെ അതും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ലുക്ക് അങ്ങോട്ടായി. കണ്ടോ എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഈ ഫൈനൽ ലുക്ക്? ഇനി കുറച്ച് ബോഡി മിസ്റ്റ് കൂടി അടിക്കാം, അതിന്റെ കൂടെ ഒരു കുറവ് കൂടെ വേണ്ട. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല, മുടിയും ഫേസും എല്ലാം ആയി. ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഈ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എൻ്റെ കമ്പനി ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് നല്ല എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമല്ലായിരുന്നു. ബിക്കോസ് ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കു തൂക്കിയിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നീട് ഇതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോഴായപ്പോലും ഈ ഒരു മേക്കപ്പ് തന്നെയാണ് അധികം ട്രൈ ചെയ്യാറ്. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മൈ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ശരി, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.